രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ടിഫിൻ വെച്ചു, പിന്നെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, കാണാം, വരും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം പാത്രങ്ങളൊക്കെ അത് കഴുകിയ പാത്രങ്ങൾ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് കിച്ചൺ മെസ്സി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നിറയെ പാത്രമുണ്ട്, നമുക്കതൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ കിച്ചണൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. ഇനി ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അത് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടിച്ചു വാരാം. റൂമും ഹാളും ഒക്കെ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കിയിട്ട് വരാം. ഹാളും വൃത്തിയാക്കി ഇനി നമുക്ക് സെക്കൻഡ് റൂം ഒന്ന് ഒതുക്കി അടിച്ചു വിടാം. ടേബിളിൽ കഷ്ണം നുറുക്കിയ വേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എന്നിട്ട് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സാമ്പാറിനുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് റെഡിയാക്കാം. പിന്നെ ചോറ് വെന്തപ്പോൾ ഞാനത് ഊറ്റിയെടുത്തു കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പരിപ്പ് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അതിൽ തക്കാളിയും ഉലുവയും സാദാ ജീരകമിട്ട് ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കണത് ഉമ്മയാണ് ചെയ്തത്. കുട്ടി കാരണപ്പം ഞാൻ മാറി. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചു. ഇനി നമുക്ക് ഉണക്ക മാന്തൾ വെള്ളത്തിലിട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും മീൻ വേണമല്ലോ. ഒന്ന് മീൻ വാപ്പ ഞങ്ങളെ പറ്റിച്ചു. ഇനി സാമ്പാറിനുള്ള വെണ്ടയ്ക്ക എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ലാസ്റ്റായിട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. 2 വലിയ സ്പൂണ് സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിളക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കാം. ഇനി നമുക്ക് വെന്ത പരിപ്പ് നന്നായി ഉടച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ നന്നായി കഴുകിയ ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക വഴറ്റി സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വെണ്ടയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഉപ്പേരിക്കുള്ള ഉള്ളി കട്ട് ചെയ്യുക കേട്ടോ. അതിന് ശേഷം മാന്തൾ തൊലി കളഞ്ഞ് വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ ചിരവുമ്പോൾ ഒരാൾ ഓടി വരികയാണ്. അവനക്കൊരു വായ എന്തായാലും വേണം. ഇത് ഉപ്പേരിക്കുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ചിരവണേ. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരിക്കുള്ളത് നോക്കാം. ആദ്യം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിടുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, എന്നിട്ട് വലിയുള്ളി ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അരിഞ്ഞ് വെച്ച മത്തൻ നമുക്ക് കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ട് അത് വേവാൻ വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ സിറ്റ് ഔട്ടൊന്ന് വൃത്തിയാക്കാൻ പോയി. അവിടെ മഴ പെയ്ത് അങ്ങനെ ചളി ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്കതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ വേഗം വന്നിട്ട് അരപ്പ് അതിലോട്ട് ചേർത്തു കേട്ടോ. അപ്പം എന്നിട്ട് അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇനി അടുത്തത് പപ്പടം പൊരിച്ചു കൊടുക്കാം. മീനൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിക്കാൻ വയ്ക്കാം. ഓരോന്നായി അങ്ങനെ ഇട്ട് മീൻ പൊരിക്കാം. ഞാൻ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെയാണ് മീൻ പൊരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഇരിക്കട്ടെ, എന്താ പ്രശ്നമുണ്ടോ? നിൽക്കുന്ന എടുക്കാം. ഇനി മീൻ മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം റെഡിയായ മീനിനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. അത് മാന്തള മീനിന് വേണ്ടി തന്നെയാണ് കേട്ടോ.
ഇനി നമുക്ക് സാമ്പാർ താളിക്കാം കേട്ടോ. അത് വെണ്ടയ്ക്ക വഴറ്റിയ അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ താളിക്കണത്. അതിനിടയിൽ മീനിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായി, എന്നിട്ട് മാന്തള അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാം. ആദ്യം എണ്ണ ഒഴിക്കുക, കടുകിടുക, കറിവേപ്പിലിടുക, ചെറിയുള്ളി, ഉണക്കമുളക്. എന്നിട്ട് നമുക്ക് സാമ്പാറിനുള്ളത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി. അപ്പോൾ കുക്കിങ്ങൊക്കെ ഒരുവിധം ഓക്കെ ആയി. ഇനി കിച്ചണൊക്കെ ഒന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാം. ഉമ്മ ആശൂട്ടന് ഭക്ഷണം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആശൂട്ടന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഒരു റെസ്റ്റിംഗ് ടൈമാണ്. ഞങ്ങളൊക്കെ രണ്ടാളും കൂടി കിടന്നു കേട്ടോ. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ചായ വയ്ക്കാൻ വന്നു കേട്ടോ. അപ്പോൾ കട്ടൻ കാപ്പിയും പിന്നെ ബ്രെഡൊന്ന് റോസ്റ്റ് ചെയ്യാണ്. അതാകെ കുളമായി കേട്ടോ. കരിഞ്ഞു പറഞ്ഞാൽ ഒരുപാട് കരിഞ്ഞില്ല, കുറച്ചൊക്കെ. എന്നാലും ഞങ്ങൾ ചായയും അതും കൂട്ടി കഴിച്ചു. ഇനി ഞാൻ ഹാളൊന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അടിച്ചാലും അത് വൈകിട്ട് അടിക്കണം, കുട്ടികളുള്ള വീടല്ലേ. അപ്പോൾ പിന്നെ അതൊന്ന് അടിക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു വൈകുന്നേര സമയത്ത് ആശൂട്ടൻ ഡാൻസൊക്കെ കളിക്കും കേട്ടോ. അപ്പോൾ ഒരു ഡാൻസ് വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഉമ്മ അരിയാട്ടാൻ നിൽക്കുകയാണ് കേട്ടോ. അത് പിന്നെ ഉമ്മാൻ്റെ ജോലിയാണ്. പിന്നെ മോളിൽ താമസിക്കുന്ന കുട്ടി കല്യാണത്തിനൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അവൾ ഡ്രസ്സ് മാറ്റി വന്നാണ്. അപ്പോൾ ആശൂട്ടൻ ഉഴിയുക, അവിടെ ഇരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യണം. അവനക്ക് ഇഷ്ടമാണ്, പെൺകുട്ടികളെ കണ്ട ഇഷ്ടമാണ്. അരി ആടിയതൊക്കെ ഉമ്മ ഒന്ന് എടുത്ത് വയ്ക്കണം. അതിന് ശേഷം ഞാൻ മഗ്‌രിബായപ്പോൾ ജനാലകളൊക്കെ അടച്ചു.
പിന്നെ ചന്ദനത്തിരിയൊക്കെ ഒന്ന് കൊളുത്തി വെച്ചു കേട്ടോ. പിന്നെ പഠിച്ചതിന് ശേഷം കുട്ടികളോട് ബുക്കൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞു ബാഗിൽ. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. വീട്ടത്തേക്ക് ചോറും സാമ്പാറും മാന്തൾ പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടിഫിൻ ഉണ്ടാക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചിട്ട് അവർക്ക് അങ്ങനെ ചോറൊന്ന് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഞാനും ആശൂട്ടനും ചോറ് കഴിക്കണം. മാന്തളൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ രണ്ടാളും കൂടി ചോറ് കഴിക്കണം കേട്ടോ. പിന്നെ കുട്ടികളും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനി ആശൂട്ടനുമായി സ്പെൻഡിങ് സമയമാണ് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഉറങ്ങാൻ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബായ്.